സങ്കീർത്തനങ്ങൾ 84 അധ്യായം 2 മുതൽ 4 വരെയുള്ള തിരുവചനങ്ങൾ. എന്റെ ആത്മാവ് കർത്താവിന്റെ അങ്കണത്തിലെത്താൻ വാഞ്ചിച്ചു തളരുന്നു. എന്റെ മനസ്സും ശരീരവും ജീവിക്കുന്നവനായ ദൈവത്തിന് ആനന്ദഗാനം ആലപിക്കുന്നു. എന്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളുടെ കർത്താവേ, കുരികിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിങ്കൽ കണ്ടെത്തുന്നുവല്ലോ. എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഓർമ്മിക്കുക, യഥാർത്ഥ മരിയഭക്തി എന്നത് മറിയത്തെക്കുറിച്ച് ഏറെ അപദാനങ്ങൾ കീർത്തിക്കുന്നതോ മറ്റ് ഭക്താനുഷ്ഠാനങ്ങൾ അനുവർത്തിക്കുന്നതോ ഏതെങ്കിലും പ്രാർത്ഥന ഉരുവിടുന്നതോ എന്നതിലുപരി അവളെ യഥാർത്ഥ അമ്മയായി സ്വീകരിക്കുന്നതും നമ്മെ തന്നെ അവളുടെ മക്കളായി സമർപ്പിക്കുന്നതുമാണ്. എല്ലാ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളോട് പ്രകടിപ്പിക്കുന്ന സ്നേഹം ഒരുമിച്ച് ചേർത്താൽ പരിശുദ്ധ മറിയം നമ്മോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ ഒരു മങ്ങിയ നിഴൽ മാത്രമേ ആകുന്നുള്ളൂ എന്ന് വിശുദ്ധ അൽഫോൻസ് ലിഗോരി പ്രസ്താവിക്കുന്നു. അങ്ങനെ മക്കളായ നമുക്ക് തക്ക സമയത്ത് വേണ്ടത് നൽകാൻ മറിയം ദൈവത്താൽ നിയുക്തയായി. മറിയം ഈ ദൗത്യം അമ്മ എന്ന നിലയിൽ യുഗാന്ത്യ നാളുകളിൽ എത്രയും കാര്യക്ഷമമായി നിർവഹിക്കുന്നതും നാം കാണും. ലോകത്തിലുള്ള എല്ലാ ജനപദങ്ങളും മറിയത്തിന്റെ മക്കളായിരിക്കുന്നുവെങ്കിലും വളരെ കുറച്ചുപേർ മാത്രമേ അതറിയുന്നുള്ളൂ. അതിലും കുറച്ചുപേർ മാത്രമേ അത് അംഗീകരിച്ച് സ്വയം മക്കളായി സമർപ്പിക്കുന്നുള്ളൂ. ആകയാൽ മറിയത്തിന്റെ ശക്തിയും സംരക്ഷണവും എല്ലാവരിലേക്കും വ്യാപിപ്പിക്കാൻ വേണ്ട കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിമലയാമംബികെ പരിശുദ്ധ ത്രിത്വത്തിൻ കൂടാരമേ, സ്വർഗ്ഗത്തിൻ വാതിലായി വാഴുന്നോരമ്മേ, ഭക്തിനു സ്വർഗ്ഗത്തിൻ സമ്മാനമേ. വിണ്ണിന്നഴകേ വിമലയാമംബികെ പരിശുദ്ധ ത്രിത്വത്തിൻ കൂടാരമേ, സ്വർഗ്ഗത്തിൻ വാതിലായി വാഴുന്നോരമ്മേ, ഭക്തിനു സ്വർഗ്ഗത്തിൻ സമ്മാനമേ. സമാധാനരാജ്ഞി സഹരക്ഷകയേ, പാപികൾക്കാനന്ദ കാരണമേ, തലമുറ തോറും
പരിശുദ്ധ ത്രിത്വ